ഓക്കെ റൈറ്റ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടായിരുന്നു റൈറ്റ്. നമ്മുടെ പിന്നെ when the load is acting perpendicular to the axis of the bolt എന്ന് പറഞ്ഞിട്ടുള്ള അത് കിട്ടിയിരുന്നോ? സോൾവ് ചെയ്തോ? വിഡ്ത്ത് വേണമെന്നില്ല, അത് അഡീഷണൽ ആയിട്ട് വരുന്നത്. ബാക്കി ബോൾട്ട് സെലക്ഷൻ വരെ കിട്ടിയോ? ബോൾട്ട് അപ്പൊ ഏതാ നെക്സ്റ്റ് ബോൾട്ട് ഏതാ വരാ? M27 അല്ലേ? കറക്റ്റ് ആണ്. അതേഴ്സ് ബാക്കിയുള്ളവർ കിട്ടിയോ? ചെയ്തോ? ഹലോ ഹലോ അതേഴ്സ് കിട്ടിയോ ഇല്ലയോ? റെസ്പോണ്ട് ചെയ്യൂ. ചെയ്തവർ യെസും ചെയ്യാത്തവർ നോ എന്ന് റെസ്പോണ്ട് ചെയ്യുക പ്ലീസ്. ചെയ്തവർ യെസും ചെയ്യാത്തവർ നോ. ഓക്കെ, എന്താ ഇഷ്യൂ? അത് ചെയ്യാൻ കിട്ടാത്തോണ്ടാണോ അല്ല ചെയ്ത് നോക്കാത്തോണ്ടാണോ? എന്താണ് അവസ്ഥ? അത് വീണ്ടും ചെയ്യണോ അല്ല അടുത്ത ടോപ്പിക്കിലേക്ക് പോണോ? നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താന്ന് പറ, അതിനനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാനാണ്. ഇന്ന് അടുത്ത ടോപ്പിക് കൂടെ തീർക്കേണ്ടതാണ്. എന്താ വേണ്ടേ? മെജോറിറ്റി ചെയ്തിട്ടില്ല. അത് ചെയ്ത് കിട്ടാത്തോണ്ടാണോ അല്ല മടി പിടിച്ചിട്ട് ചെയ്യാത്തതാണോ? എന്താണ് കാര്യം? എന്താ ദിനിൽ എന്താ ചെയ്യാൻ? യെസ് ദിനിലില്ലേ? ഹലോ കേൾക്കുന്നില്ലേ? ഹലോ ദിനിൽ ഇല്ല. എന്താ ചെയ്യാൻ? എന്താ കേട്ടില്ല. ശരി. അത് നിഖിലോ? നിഖിൽ എന്താ ചെയ്യാൻ? നിഖിൽ ഉണ്ടായിരുന്നു. നിഖിൽ 20.8 ആൻസർ. ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് പോവാം. സ്പീഡിലൊന്ന് അതിന്റെ ആൻസർ ഒന്ന് നോക്കിയിട്ട് വിടാം. ഓക്കെ, സെയിം പ്രൊസീജിയർ ആണ് ഫസ്റ്റ് കേസിന്റെ, അതേപോലെ തന്നെയാണ് അല്ലെ സൗരവേ? വേറെ എന്തെങ്കിലും ഡിഫറൻസ് എനിക്ക് അതിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ? സെയിം പ്രൊസീജിയർ, ആകെ മാറുന്നത് ഒന്ന് ഷിയർ വരും, രണ്ടാമത് എന്താണ് ടെൻസൈൽ. രണ്ടും കണ്ടുപിടിച്ചിന്, ഇക്വലന്റ് ടെൻസൈൽ ലോഡും രണ്ടും കാണണം. ടെൻസൈൽ ലോഡിന് ഇക്വേറ്റ് ചെയ്ത് രണ്ടിലും ഇക്വേറ്റ് ചെയ്യായിരുന്നു. അതിന്റെ ഏറ്റവും ബെസ്റ്റ് വേണമെങ്കിൽ എടുക്കാം. ടെൻസൈൽ ലോഡിൽ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? ഒരു സെക്കൻഡ്. എന്താണ് സേഫ് ലോഡ് ഇൻ ടെൻഷൻ ആണ് അല്ലെ? ഓക്കെ, സേഫ് ലോഡ് ഇൻ ടെൻഷൻ മെറ്റീരിയൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത് വെച്ചിട്ട് തന്നെ ചെയ്യാം. ടെൻഷൻ മാത്രം ചെയ്താൽ മതി, മറ്റേത് ചെയ്യേണ്ട ആവശ്യം ഇല്ല, ആസ് സച്ച് ഇല്ല. ഇൻ കേസ് മെറ്റീരിയൽ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ടെൻസൈൽ സ്ട്രെങ്ത് വെച്ചിട്ട് പെർമിസിബിൾ ഷിയർ സ്ട്രെസ്സും കണ്ടെത്തി അങ്ങനെ പോകാമായിരുന്നു. ഓക്കെ, സോ ക്വസ്റ്റ്യൻ സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ റൈറ്റ്. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ ഉള്ളതാണല്ലോ. ഞാൻ മെയിൻ പോയിന്റ്സ് എഴുതാം.
A wall bracket is shown in the figure is fixed to a wall by means of 4 bolts. Find the size of the bolts and the width of the bracket at the fixed end. Right. The safe stress in tension for the bolt and bracket may be assumed as 70. Right. Safe stress in tension sigma permissible in tension. Right. You can take it as 70 Newton per mm square. Okay. ഞാൻ വീണ്ടും ഡയഗ്രാം വരക്കുന്നില്ല. എല്ലാവരും നോട്ടിൽ ഡയഗ്രാം ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ വരക്കുന്നില്ല. എന്റെ ഇന്ന് ഇപ്പം ലാപ്പ് പലപ്പോഴും പെട്ടെന്ന് ഓഫായി പോകുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ പോയി. റൈറ്റ്. ഓക്കെ. അപ്പോ ഇതിന്റെ കേസിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഫസ്റ്റ് ഷിയർ സ്ട്രെസ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. റൈറ്റ്. സോ യുവർ ഷിയർ സ്ട്രെസ് വാല്യൂ എഫ് എസ്. ഓക്കെ. അതുകൊണ്ട് നമ്മൾ നൊട്ടേഷൻ ഇതുപോലെ കൊടുത്ത ഷിയർ സ്ട്രെസ് ഇതാണ് നമ്മളെ പ്രൈമറി സ്ട്രെസ് അല്ലെ. That is given by total load by n. Same equation തന്നെ. Total load that is acting divided by n. Okay. Total load here I think it is 40,000 Newton. അല്ലെ. 40 kilonewton ആയിരുന്നു. That is 40,000 Newton divided by n is the number of volt. Number of volt is 4. എന്ന് വെച്ചാൽ you will get it as 10 kilonewton or 10,000 Newton എന്ന് കിട്ടും. Right. Now അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് അപ്പോൾ ഫസ്റ്റ് കേസ് ആയി. Then second case എന്ത് കാണണം? You have to find out the tensile stress അല്ലെ. Tensile load, which is nothing but W into L into L2 divided by 2 into L1 square plus L2 square. Direct substitution ആണ്. Capital W അറിയാം, length L അറിയാം, L2 അറിയാം, L1 അറിയാം, L2 അറിയാം. Okay. So substitute ചെയ്താൽ ഇങ്ങനെ വരും. 40,000 into 600 into 575 divided by 2 into 75 square plus 575 square. That's it. Okay. Solving, you will get the value as 20521 Newton. Okay. That is your FT. Okay. So ഇവിടെ കഴിഞ്ഞ പ്രോബ്ലം ആയിട്ട് വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് ഷിയർ ലോഡും രണ്ടാമത് ടെൻസൈൽ ലോഡും ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ റിസൾട്ടന്റ് ലോഡാണ് നമുക്ക് കാണേണ്ടത്. ഒരു ഈക്വാലന്റ് ലോഡ്. ഓക്കെ. ഈക്വലന്റ് ലോഡ് കാണാന്ന് പറഞ്ഞാൽ യു ഹാവ് ടു അപ്ലൈ ദിസ് ഇൻ എന്താ പറയാ, ഈ ഒരു കേസിൽ എന്ത് കാണണം? പ്രിൻസിപ്പൽ ലോഡ് കാണണം. ഓക്കെ. നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന്റെ കൺസെപ്റ്റിലാണ് നമ്മൾ സെയിം കാര്യം തന്നെയാണ്. സെയിം പ്രിൻസിപ്പൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ തന്നെയാണ്. അതിൽ ഏരിയ കോമൺ ആണെന്നുള്ള കൺസെപ്റ്റ് ഏരിയ എല്ലാം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈക്വലന്റ് പ്രിൻസിപ്പൽ ലോഡിന്റെ ഇക്വേഷൻ കിട്ടും, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഒരു ഈക്വലന്റ് ലോഡ് അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ടി പ്ലസ് it is equivalent to sigma x and this one is equivalent to shear stress. Okay. ഇക്വേഷനിൽ ഇത് നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സിന്റെ ഇക്വേഷനിൽ സിഗ്മ എക്സിന് പകരം എഫ് ടി ഇടാം, ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂക്ക് പകരം എഫ് എസ് ഇട്ട് കൊടുക്കുക, സിഗ്മ വൈ അല്ലെങ്കിൽ വൈ വാല്യൂക്ക് 0 ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. റൈറ്റ്. സോ ദിസ് എഫ് ടി ബൈ 2 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എഫ് ടി ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് എഫ് എസ് സ്ക്വയർ എന്ന് കിട്ടും. റൈറ്റ്. Now solving, നമുക്ക് ഇത് equivalent കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ you will get the value as 24,588 Newton എന്ന് കിട്ടും. Okay, direct എല്ലാം substitute ചെയ്യുക, solve it and you will finally get the value as 24,588 Newton. That's it. Okay, so ഇത്രയും കിട്ടി കഴിഞ്ഞാൽ permissible stress തന്നിട്ടുണ്ട്. എന്ത് ചെയ്യാം? Finally equate that value അല്ലേ. എങ്ങനെ ചെയ്യാം? So you have to equate this F equivalent with 5/4 dc square into permissible tensile stress. Okay, permissible tensile stress value തന്നിട്ടുണ്ട്, equivalent value നമുക്ക് ഇവിടെ കിട്ടി. Equate ചെയ്യുക, solving you will get the DC value. DC value 21.2 mm കിട്ടും. അതിന് nominal diameter കണ്ടുപിടിക്കുക. അത് nominal diameter value 25.4 mm കിട്ടും. And then തൊട്ടടുത്ത value എടുക്കുക. So your standard bolt is M27. That's it. Okay, ഇത്രേ ഉള്ളൂ ഈ ഒരു പ്രൊസീജിയർ. ഷിയർ ലോഡിനോട് അപ്പൊ അതെപ്പാ യൂസ് ചെയ്യണ്ടേ? ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത് ഇപ്പം ടെൻസൈൽ ലോഡ് ആണെങ്കിൽ ടെൻസൈൽ ലോഡിന്റെ ഇക്വേഷൻ മാത്രം വെച്ചിട്ട് പോയാൽ മതി. ഇക്വേഷനിൽ പെർമിസിബിൾ ഷിയർ ലോഡ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഇക്വേറ്റ് ചെയ്തിട്ട് പോകാം. ഇനി ഇത് രണ്ടും തന്നിട്ടില്ല, എങ്കിൽ മെറ്റീരിയൽ തന്നിട്ടുണ്ടാവും, ഉറപ്പായിട്ടും തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് വാല്യൂ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതിന് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് അറിയാലോ അല്ലെ. അങ്ങനെയാണെങ്കിൽ പെർമിസിബിൾ ടെൻസൈൽ വാല്യൂ ആണെങ്കിൽ ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് ബൈ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ യു കൻ അസ്യൂം ദാറ്റ് വാല്യൂ. അഗൈൻ എന്താ ചെയ്യാ, പെർമിസിബിൾ ഷിയർ സ്ട്രെസ് വാല്യൂ ആണെങ്കിൽ എന്താ, ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് ഡിവൈഡ് ബൈ 2 times ഫാക്ടർ ഓഫ് സേഫ്റ്റി എടുക്കണം. ഓക്കെ, ഇത് മാത്രമേ അഡീഷണൽ ആയിട്ട് വരുന്നത്. ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഒരു ഫുൾ ക്ലാസ് ആയിട്ട് തന്നെ ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞത്. നമുക്ക്
ഇത് ഇനി ഇങ്ങോളം അങ്ങോളം എല്ലാം അടുത്ത മെഷീൻ ഡിസൈൻ 2 എല്ലാം ഇതിൽ ഈ ഒരു അസംഷൻ അല്ലെങ്കിൽ ഈ ഒരു പെർമിസിബിൾ ഷിയർ സ്ട്രെസ്സും പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ്സും എടുക്കാൻ നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, പല കേസുകളിലും വാല്യൂ തരില്ല. ഓക്കെ, കാരണം അത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ്. മെറ്റീരിയൽ തന്നിട്ടുണ്ടെങ്കിൽ മെറ്റീരിയലിന്റെ ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് വാല്യൂ ഡാറ്റ ബുക്കിൽ നിന്ന് എടുക്കാൻ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ പെർമിസിബിൾ വാല്യൂസ് നമുക്ക് ഓരോരുത്തർക്കും അത് ഈൽഡ് ടെൻസൈൽ വാല്യൂ എന്നത് കണ്ടെത്താൻ പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കും. നമുക്ക് അങ്ങനെയാണെങ്കിൽ തേർഡ് കേസിലേക്ക് പോവാം. ഓക്കെ അല്ലേ? തേർഡ് കേസിലേക്ക് പോയിക്കൂടെ? കേസ് 3, റൈറ്റ്? Okay, so your case 3 type of problem, now the last type, case 3, when eccentric load is acting in a plane containing bolts. Okay, when eccentric load is acting in a plane containing bolts. ഓക്കെ, സോ ഇതാണ് ലാസ്റ്റ് കണ്ടീഷൻ. സോ ഇതൊക്കെ എല്ലാം നമുക്കിപ്പോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലത്തെ കേസെല്ലാം റിവറ്റഡ് ജോയിന്റ് കേസിലും കണ്ടിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ റിവറ്റിൽ നമ്മൾ അവസാനം ഒരു കണ്ടീഷൻ ഇതുപോലത്തെ ഒരു കണ്ടീഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അല്ല റിവറ്റ് അല്ല, സോറി, വെൽഡഡ് ജോയിന്റ് കേസിൽ അല്ല, റിവറ്റിലും വരും. ഓക്കെ, അപ്പൊ ഈ ബോൾട്ടഡ് ജോയിന്റ് പോലെ തന്നെ എസെൻട്രിക് ലോഡിംഗ് ഫോർ റിവറ്റഡ് ജോയിന്റിലും ഉണ്ട്. പക്ഷെ ആസ് പെർ യുവർ സിലബസ്, നിങ്ങളുടെ സിലബസിൽ അതില്ല. കാരണം രണ്ട് വന്നാലും പ്രൊസീജിയർ സെയിം ആയിരുന്നു, ബോൾട്ട് ആയാലും റിവറ്റ് ആയാലും. ഓക്കെ, സോ ഇവിടെ ഇപ്പൊ ഈ ഒരു കേസിൽ വെൽഡഡ് ജോയിന്റ് കേസ് നമ്മൾ ഇതേപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? വെൽഡിങ് ഇങ്ങനെയാണ് വെൽഡിങ് ചെയ്യുന്നെങ്കിൽ ആൻഡ് എ ലോഡ് എസെൻട്രിക് ലോഡ് ഈസ് ആക്ടിങ്. ഓക്കെ, സോ ഏതാണ്ട് ഇതേ കേസ് നമ്മൾ ബോൾട്ടിന്റെ കേസിലേക്ക് കൊണ്ടുവന്നിരിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം ഹൗ ഡു യു സോൾവ് ദിസ്. ഓക്കെ, ഓക്കെ, സോ യുവർ കണ്ടീഷൻ വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, നമുക്കൊരു മെറ്റൽ പീസ് എടുക്കാം. Okay, and again another metal piece. Right. Okay, and a load W is acting on this system. And a load W is acting on this system, and there are 4 bolts. Okay, ഇങ്ങനെയാണ് ബോൾട്ട് അറേഞ്ച്മെന്റ് വന്നിട്ടുള്ളതെങ്കിൽ 1 2 3 4 ബോൾട്ട്. ഓക്കെ, there are 4 bolts, right? ഇതാണ് കണ്ടീഷൻ എങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മതി. നമ്മൾ ഈ തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ എസെൻട്രിക് ലോഡ് ഈസ് ആക്ടിങ് ഇൻ ദ പ്ലെയിൻ കണ്ടെയ്നിങ് ദ ബോൾട്സ്. യെസ്, നോക്കാം. സോ ലോഡ് ഈസ് ആക്ടിങ് ഇൻ ദ പ്ലെയിൻ കണ്ടെയ്നിങ് ദ ബോൾട്സ് അല്ലെ? ബോൾട്ടിന്റെ പ്ലെയിനിലൂടെ തന്നെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് തേർഡ് കേസ്. ഈ ഒരു കേസ് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ വ്യത്യാസം വരും. പക്ഷെ ലോജിക്കലി സ്പീക്കിംഗ് നമ്മള് ഞാൻ ഈ നേരത്തെ പറഞ്ഞ വെൽഡഡ് ജോയിന്റ് കേസിൽ ചെയ്ത അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുക. പക്ഷെ ചെറിയ വേരിയേഷൻസ് വരുന്നത് മാത്രം. ഓക്കെ, നൗ സോ വെൻ എ ലോഡ് ഈസ് ആക്ടിങ്, 4 ബോൾട്ട് ഉണ്ട്. നമ്മൾ ഇതിന്റെ ഒരു സെൻട്രോയിഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് എ സെൻട്രോയിഡ് സംവർ അറൗണ്ട് ഹിയർ. ഓക്കെ, ആക്ച്വൽ സെന്ററിലൂടെ തന്നെ ആയിരിക്കും അത് പാസ് ചെയ്യുക. Okay, so this is the centroid G. Okay, so this is a centroid G. Okay, and then the distance from the load to the centroid of this setup, let it be E. Okay, eccentric distance നമുക്ക് E എന്ന് കൊടുക്കാം. റൈറ്റ്, ഇനി നിങ്ങൾ പറ ഇതില് എന്തൊക്കെ നമ്മളിപ്പോ 2 കേസ് ഓൾറെഡി നോക്കി. ഇതേപോലെ തന്നെ എസെൻട്രിക് ലോഡ് ആക്ട് ചെയ്യുന്ന ബോൾട്ടിന്റെ മുകളിൽ എസെൻട്രിക് ലോഡ് ആക്ട് ചെയ്യുന്ന 2 കേസസ് നമ്മൾ ഓൾറെഡി നോക്കി അല്ലെ? അപ്പൊ അതില് നമ്മൾ ഓൾറെഡി കണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ 2 ടൈപ്പ് ഓഫ് ഫസ്റ്റ് കേസ് നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായി അതില് 2 ടൈപ്പ് ലോഡിംഗ് ആണ് ആക്ട് ചെയ്യുക അല്ലെ? നമുക്ക് ഫസ്റ്റിന്റെ ഡയഗ്രം എടുക്കാം. ഓക്കെ, റൈറ്റ്. ഇതിന്റെ കേസിൽ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായി ഇതിൽ ഒരു ലോഡ് എസെൻട്രിക് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ 2 ആക്സിസ് പാരലൽ ആവുന്ന കേസിലാണെങ്കിൽ ലോഡ് അറ്റ് സം ഡിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഓരോ ബോൾട്ടിലും 2 ടൈപ്പ് ഓഫ് ലോഡിംഗ് കണ്ടീഷൻ ആണ് ഇതിൽ വരിക. ഒന്ന്, അതിലൊരു ടെൻസൈൽ ലോഡ് വരും അല്ലെ? ടെൻസൈൽ ലോഡ്, ഡയറക്റ്റ് ടെൻസൈൽ ലോഡ് വരും. അതേപോലെ തന്നെ ഒരു സെക്കൻഡറി ലോഡ് വരും. എന്തുകൊണ്ടാണ്? ബെൻഡിങ് മൊമെന്റ് കൊണ്ട് ഇവിടെ ഒരു ടെൻസൈൽ ലോഡും കൂടെ വരും. റൈറ്റ്, അപ്പൊ ഇത് ഇൻ സം ടോട്ടൽ ഒരു ടെൻസൈൽ ലോഡാണ് അതിൽ വരിക. പക്ഷെ it's a combination of axial tensile load and tensile load due to bending.
അല്ലെ? സെക്കൻഡ് കേസ് നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായി അതില് ഒരു ഷിയർ ലോഡും വരുന്നുണ്ട്, അതേപോലെ ടെൻസൈൽ ലോഡും വരുന്നുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ എന്തൊക്കെ ലോഡിംഗ് കണ്ടീഷൻസ് ഈ ബോൾട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബോൾട്ടിൽ വരാൻ ചാൻസ് ഉള്ള ലോഡിംഗ് എഫക്ട് എന്തൊക്കെയായിരിക്കും? ടോർക്ക് എക്സാക്ട്ലി. ടോർക്ക് ഇൻസ്റ്റെഡ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഇവിടെ എന്തുണ്ടാവും? ടോർക്ക് ഉണ്ടാവും. കാരണം ഇതാണ് നമ്മുടെ സെൻട്രോയിഡിലൂടെയാണ് ആക്സിസ്, ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് ടെൻഡൻസി ആണ് ഉണ്ടാവുക. എക്സാക്ട്ലി അല്ലെ? പിന്നെന്ത് വരും? ഷിയർ ലോഡിംഗ്. എക്സാക്ട്ലി. അപ്പോ ഈ ഒരു കേസിലും നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ലോഡിംഗ് കണ്ടീഷൻ ആണ് വരുന്നത്. ഫസ്റ്റ് വൺ പ്രൈമറി ലോഡിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡ്യൂ ടു ഷിയർ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. യു വിൽ എക്സ്പീരിയൻസ് എ പ്രൈമറി ലോഡിംഗ് which is due to shear. Okay, shear loading. So first case il vera vyathyasomonnilla. Let us denote it as WS for shear. Okay, now അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ബോൾട്ടിനെ നമ്പർ ചെയ്യാം ആവശ്യമുണ്ട്. Let this be 1, 2, 3 and 4. Okay, so 4 ബോൾട്ടാ ഉള്ളേ. നമുക്കൊരു നൊട്ടേഷനിലൊരു രണ്ടും സെക്കൻഡറിയും ഷിയറും എല്ലാം വരുന്ന കുറച്ച് കൺഫ്യൂഷൻ ആവില്ലേ? നൊട്ടേഷനിൽ നമുക്ക് ചെറിയ മാറ്റം വരുത്താം. നമുക്കിതിനെ FP എന്ന് കൊടുക്കാം, പ്രൈമറി ലോഡാക്കാം. ഓക്കെ, let this be FP, പ്രൈമറി ലോഡ്. ഇതുവരെ വന്ന കേസ് പോലെ തന്നെ എടുക്കാം. ഓക്കെ, ഷിയർ ആണ് അവിടെ വരുന്നത്, പക്ഷെ പ്രൈമറി ലോഡ് എന്നുള്ള കൺസെപ്റ്റ് ഞാൻ FP എടുക്കാം. വെറുതെ കൊണ്ടല്ല, FS രണ്ടാമത് സെക്കൻഡറി വരും. സെക്കൻഡറി നമുക്ക് ഓരോ കേസിലും എടുക്കണം. അപ്പൊ ആ കൂടെ നൊട്ടേഷൻ കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് FP എന്ന് കൊടുക്കുന്നത്. ഓക്കെ, സോ യു വിൽ എക്സ്പീരിയൻസ് എ പ്രൈമറി ലോഡ് FP. നൗ ദിസ് FP ലോഡ് ഇസ് നത്തിങ് ബട്ട് എന്ന് വെച്ചാൽ ഈ ടോട്ടൽ ലോഡ് ഈ 4 ബോൾട്ടിലും ഷെയർ ചെയ്ത് പോകും അല്ലെ? ഈ ടോട്ടൽ ലോഡിന്റെ ഓരോ എഫക്റ്റ് ഓരോ പോർഷനിലേക്ക് 1/4 ആയിട്ട് പോകും. റൈറ്റ്. സോ അപ്പൊ സെയിം തന്നെ വരും. എന്ത് വരും? Your FP, primary shear load acting on a single bolt, will be equal to W by number of bolt or W by N. ഇവിടെ W by 4 ആണ്. Right. Now, second, എന്ത് ചെയ്യണം? You have to determine the secondary loading അല്ലെ? Secondary loading. ഈ സെക്കൻഡറി ലോഡിംഗ് ഇവിടെ ഉണ്ടാവുന്നതും ഷിയർ തന്നെയാണ്, പക്ഷെ ഷിയർ ഡ്യൂ ടു ടോർഷൻ ആണ് അല്ലെ? ടോർഷൻ കൊണ്ടാണ് അവിടെ പിന്നെ എന്തുണ്ടാവുന്നത്? അവിടെ ഒരു ഷിയർ സംഭവിക്കുന്നത്. റൈറ്റ്. ഓക്കെ, നൗ റൈറ്റ്. സോ ദാറ്റ് ഇസ് യുവർ സെക്കൻഡറി ലോഡ്. ആൻഡ് ദാറ്റ് സെക്കൻഡറി ലോഡ്, ഇനി നമ്മള് പിന്നെ വെൽഡഡ് ജോയിന്റ് കേസിലെടുത്ത അതേ കൺസെപ്റ്റ് തന്നെ വരും. ടോർക്ക് എപ്പോഴാണ് മാക്സിമം ആവുക എന്ന് വെച്ചാൽ, നമുക്കൊരു സർക്കുലർ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സർക്കുലർ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ എവിടെയാണ് ടോർക്ക് മാക്സിമം എന്ന് വെച്ചാൽ, ഒരു റേഡിയസ് ഈസ് മാക്സിമം അല്ലെ? എവിടെയാണോ റേഡിയസ് മാക്സിമം ആവുന്നത് അവിടെയാണ് നമുക്ക് ടോർക്ക് മാക്സിമം വരിക. ആൻഡ് ദ ടോർക്ക് വിൽ ബി ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദിസ് റേഡിയസ്. ഓക്കെ, എടുത്ത ആക്സിസ് ഇതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും ടോർക്ക് വരിക അല്ലെ? ഇങ്ങനെയാണ് ടോർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരിക. ഔട്ടറിലായിരിക്കും മാക്സിമം വരിക. സെന്റർ പോയിന്റിൽ യുവർ shear stress due to torque will be equal to 0. Right. Okay, so അങ്ങനെ ആകുമ്പോൾ your distance should be taken from the centroid. Okay, ഇതാണ് ഇതിന്റെ ഔട്ടർ സർക്കിൾ എന്ന് നമുക്ക് ഈ ഒരു കേസിൽ വരിക അല്ലെ? ഇതിലൂടെയാണ് ടോർക്കിന്റെ എഫക്ട് വരിക. റൈറ്റ്. സോ യു ഹാവ് ടു ടേക്ക് ദ ഔട്ടർ ഡിസ്റ്റൻസ്. എവിടുന്ന്? ജിന്ന് ഇവിടം വരെയാണ് നമ്മുടെ അവിടുത്തെ റേഡിയൽ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ദിസ് ഈസ് യുവർ let this be your L1. Okay, and let this be your L2. Let this be your L3 and let this be your L4. Okay, so let these be the length. Okay, so അങ്ങനെയാണെങ്കിൽ your secondary stress FS1, okay, secondary shear stress ആണ് at point 1 will be equal to, ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്താൽ കിട്ടുന്ന, ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ ഇക്വേഷൻ മതി. ഇറ്റ് ഇസ് മോർ ഓർ ലൈക്ക് നമ്മൾ പ്രീവിയസ് കേസിൽ വന്ന ഇക്വേഷൻ അതേ ഫോർമേഷനിൽ തന്നെയാണ് വരിക. അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് വരാണ്. വിൽ ബി ഈക്വൽ ടു W ഇൻറ്റു എക്സ്റ്റേണൽ ലോഡ് W ഇൻറ്റു E into L1 divided by L1 square plus L2 square plus L3 square plus L4 square. Okay, so in general എനിക്ക് ഇങ്ങനെ പറയാം, your FSN, okay, ഞാനിത് similarly FS2 എടുക്കുകയാണെങ്കിൽ, okay, your secondary load 2 എടുക്കുകയാണെങ്കിൽ will be equal to W into E into എന്ത് വരും? L2 ആവും. ഡിസ്റ്റൻസ് L2 എടുക്കണം. L2 divided by L1 square plus L2 square plus L3 square
plus L4 square. That's it. Okay. So you can say that in general, your Fsn is nothing but We into Ln. Okay. ഏതാണോ ഏത് പോയിന്റിലെ സെക്കൻഡറി ലോഡ് ആണോ കണ്ടത് അത് divided by L1 square plus L2 square plus etc. plus Ln square. Now this is a generalized equation for secondary loading. Okay. ക്ലിയർ. ഇനി ഈ ലോഡിങ്ങിന്റെ എഫക്ട് എങ്ങനെ വരും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിനൊന്ന് നമുക്ക് ഈ ഡയഗ്രത്തിന് ഒന്ന് എൻലാർജ് ചെയ്ത് വരക്കാം. ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായോ? നമുക്ക് ഒരു പോയിന്റിൽ രണ്ട് ലോഡാണ് എഫക്ട്. ഇപ്പൊ ഒരു ബോൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ബോൾട്ടിൽ തന്നെ രണ്ട് ലോഡിങ് എഫക്ട് വരുന്നുണ്ട്. ഒന്ന് പ്രൈമറി ലോഡിംഗ് ആണ്, അത് ആക്സിയൽ ഡയറക്ഷനിൽ. അതുപോലെ രണ്ടാമത്തത് സെക്കൻഡറി ലോഡിംഗ് ആണ്, അത് എവിടുന്നായിരിക്കും? പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്കായിരിക്കും. ഡയറക്ഷൻ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആണോ ഇതുവരെ? എല്ലാവരും ഇല്ലേ? കൂടിയില്ലേ? Right. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇത് പിന്നീട് ഉപകാരപ്പെടും. അങ്ങനെ പറഞ്ഞ പലപ്പോഴും ഗേറ്റിനൊക്കെ ഇതിന്റെ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, പിന്നീട് നമുക്ക് കുറച്ച് കഴിഞ്ഞാല് കുറെ നിങ്ങൾ എക്സാം എപ്പോഴാണ്? ഫെബ്രുവരി അല്ല, കുറെ കഴിഞ്ഞിട്ടല്ലേ എക്സാം വരിക അല്ലെ? ഫെബ്രുവരിയിലല്ലേ വരിക അല്ലെ? അപ്പൊ അങ്ങനത്തെ സമയത്ത് നമുക്ക് പിന്നെ ടൈം കിട്ടുകയാണെങ്കിൽ പിന്നീടും റിവിഷൻ ക്ലാസ്സുകൾ നമുക്ക് അങ്ങനത്തെ എല്ലാം ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തിട്ട് ചെയ്ത് നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആണ്, പെട്ടെന്ന് ചെയ്യാനും പറ്റും, പക്ഷെ നല്ല രസമാണ് കുറെ പ്രോബ്ലംസ്. ഓക്കെ, ഓക്കെ. ഇവിടെ നമുക്ക് ഇതിനൊന്ന് എൻലാർജ് ചെയ്യാം. ഇതിന്റെ ഒരു എഫക്ട് എങ്ങനെ വരുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, this is a condition. ഓക്കെ, സോ ഇവിടെ 4 ബോൾട്ട് ഉണ്ട്. ലോഡ് W ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 4 ബോൾട്ടുകളാണുള്ളത്. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, third one, and fourth one. Okay, and the centroid is G. Okay, see, എപ്പോഴും ഈ ബോൾട്ട് ചെയ്യുന്നത് ഇത്ര സിമെട്രിക് ആവണമെന്നില്ല. ഓക്കെ, നമുക്കിപ്പോ ഈ ഒരു കേസിൽ എല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് എന്നുള്ള അസംഷനിൽ പോവാം. ഓക്കെ, അപ്പോൾ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഈവൻ നിങ്ങൾ എക്സാം പ്രൊപ്പോസലിനും അങ്ങനെ ആവണമെന്നില്ല. ഓക്കെ, ഈ ഒരു ലെങ്ത് ഇത് 1 ആണ്, 2 ആണ്, 3 and 4, and the corresponding length L1, L2, L3 and L4. Okay, see, നമുക്ക് എല്ലാ ലോഡിംഗ് കണ്ടീഷൻ നമുക്ക് ഇതിലൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ പറയുക? ഓക്കെ, സോ ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ലോഡിന്റെ എഫക്ട് വരുന്നത് P into W into E. ഓക്കെ, ഇത് ഒരു മൊമെന്റ്, രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് പ്രൈമറി ലോഡ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ ലോഡ് W ഉണ്ട്, ഇവിടെ ഒരു ഷിയറിംഗ് ലോഡ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ? ഷിയറിംഗ് ലോഡ്, ഞാൻ എക്സ്റ്റേണൽ ലോഡാണ് എടുക്കുന്നത്. ഷിയറിംഗ് ലോഡ് എക്സ്പീരിയൻസ് ചെയ്യും, ആൻഡ് ദാറ്റ് ഷിയറിംഗ് ലോഡ് വിൽ ബി ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ശരിയല്ലേ? അപ്പൊ ഓരോ ബോൾട്ടിന്റെയും ഡൗൺവേർഡ് ഡയറക്ഷനിൽ യു വിൽ ബി എക്സ്പീരിയൻസിങ് എന്തുണ്ടാവും? വിൽ ബി എക്സ്പീരിയൻസിങ് എ പ്രൈമറി ലോഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഓരോ ബോൾട്ടിന്റെ കേസിലും ആക്ട് ചെയ്യുന്ന പ്രൈമറി ലോഡ്, അല്ലെങ്കിൽ എഫ് നമ്മൾ ഡിനോട്ട് ചെയ്ത FP ആയിരുന്നു അല്ലെ? ഓക്കെ, യെസ്, FP ഫോർ ദ തേർഡ് ബോൾട്ട്, FP ഫോർ ദ സെക്കൻഡ് ബോൾട്ട്, FP ഫോർ ദ ഫസ്റ്റ് ബോൾട്ട് ആൻഡ് FP ഫോർ ദ ഫോർത്ത് ബോൾട്ട്. ക്ലിയർ? അപ്പൊ എല്ലാത്തിലും നമ്മൾ ഷിയറിംഗ് ലോഡ് ആക്ട് ചെയ്യുന്നത് അലോങ് കറക്റ്റ് ഇതിന്റെ ക്രോസ് സെക്ഷനിലാണ് ആക്ട് ചെയ്യുക. റൈറ്റ്, അപ്പോൾ ലോഡ് ഇതാണ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സെയിം ഡയറക്ഷനിൽ, റിയാക്ഷൻ നമുക്കറിയാം, റിയാക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് പക്ഷെ മെറ്റീരിയലിൽ വരുന്ന റിയാക്ഷൻ ആണ്, നമ്മൾ ഈ എക്സ്റ്റേണൽ കൊടുക്കുന്ന ലോഡിന്റെ എഫക്ട് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ സെയിം ഡയറക്ഷനിൽ യു വിൽ എക്സ്പീരിയൻസ് എന്താണ്? പ്രൈമറി ലോഡ്. ഓക്കെ, നൗ അടുത്ത രണ്ടാമത്തെ കേസ് സെക്കൻഡറി ലോഡ്. ഓരോ ബോൾട്ടിലും ഈ പറയുന്ന സെക്കൻഡറി ലോഡും എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, അത് ഏത് ഡയറക്ഷനിലാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞു, നമുക്കിവിടെ വരുന്ന എന്താ? ടോർക്കാണ് വരുന്നത് അല്ലെ? ടോർക്ക് കൊണ്ടുണ്ടാവുന്ന ഷിയർ സ്ട്രെസ്, അല്ലെങ്കിൽ ടോർക്കാണ് ഈ ഓരോ ബോൾട്ടിലും ടോർക്കാണ് എക്സ്പീരിയൻസ് ചെയ്യുക. റൈറ്റ്, ആൻഡ് അഗെയിൻ ഇതാണ് ഔട്ടർ
ഔട്ടർ നമ്മൾ ഇതിന്റെ ഒരു ടോർക്കിന്റെ ഔട്ടർ ബോൾട്ടിന്റെ ബോൾട്ടെല്ലാം ജോയിൻ ചെയ്തിട്ടുള്ള ഔട്ടർ സർക്കിൾ ഇതാണെങ്കിൽ ഇഫ് ദിസ് ഈസ് ദ ലെങ്ത്, ഓക്കെ, ഇതാണ് ലെങ്ത് എങ്കിൽ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എപ്പോഴും എന്തുണ്ടാവുക, ടോർക്കിന്റെ എഫക്ട് ഉണ്ടാവുക. ഫോർ ദ ടോർക്ക് അല്ലെങ്കിൽ സർക്കിളിന് ടാൻജൻഷ്യൽ ആയിട്ടാണ് പോവുക. സോ ദിസ് ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക് ഇൻ ദിസ് ഡയറക്ഷൻ. സോ ദിസ് ഈസ് യുവർ എഫ്, നമ്മള് എന്താ പറഞ്ഞ നൊട്ടേഷൻ തൊട്ട് എഫ് എസ് ടി. അഗെയിൻ അടുത്ത പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എക്സ്പീരിയൻസിങ് ഈ ഒരു പോയിന്റ് എടുക്കാം. ഫോർത്ത് ആണെങ്കിൽ ഈ ഒരു പോയിന്റിൽ ഇറ്റ് വിൽ ബി എക്സ്പീരിയൻസിങ് ഇവിടുന്ന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വിച്ച് ഈസ്, കാരണം ഇതാണ് റൊട്ടേഷൻ ഡയറക്ഷൻ ഇതാണ്, അതേ ഡയറക്ഷൻ ഞാൻ എല്ലാം ഡിനോഷൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് എഫ് എസ് 4 ആൻഡ് അഗെയിൻ നെക്സ്റ്റ് പോയിന്റ് ആണ് അടുത്ത പോയിന്റ്. ഹിയർ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ലോഡ് in this direction F S1 and again last point is F S2. Clear ആണോ? അങ്ങനെ ഡയറക്ഷൻ എടുത്തത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ പറഞ്ഞോ, ക്ലിയർ ചെയ്യാം. ക്ലിയർ ആണോ guys? Sir. Right. Okay, others എല്ലാവർക്കും ഓക്കെ അല്ലേ? പെട്ടെന്ന് യെസ്. ഓക്കെ, റൈറ്റ്. നൗ പ്രൈമറി ലോഡും സെക്കൻഡറി ലോഡുമായി ഓരോ കേസിലും പ്രൈമറി ലോഡ് ആൻഡ് സെക്കൻഡറി ലോഡായി. റൈറ്റ്. നൗ ദിസ് ആംഗിൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് ഇവിടുന്ന് 90 ഡിഗ്രി ആണ്, ഇത് ഡയറക്റ്റ് വേർട്ടിക്കൽ ആണ്. ദിസ് ആംഗിൾ വിൽ ബി, നമുക്ക് ഇവിടെ θ3 എന്ന് കൊടുക്കാം. θ3 വിൽ ബി ഈക്വൽ ടു 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അഗൈൻ ഈ ഒരു കേസ് നോക്കിയാൽ യെസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 45 ഡിഗ്രി വിച്ച് ഇസ് യുവർ θ2. നൗ അടുത്ത കേസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് മോർ ദാൻ 90 അല്ലെ? ഈ രണ്ട് കേസ് എടുത്താൽ ഇറ്റ് ഇസ് മോർ ദാൻ 90. സോ ഇത് വെച്ചാൽ 90 പ്ലസ് 45 ഡിഗ്രി വരും. സോ യുവർ θ1 ഇസ് ഈക്വൽ ടു 135 ഡിഗ്രി ആയിരിക്കും. അഗൈൻ ഈ ഒരു കേസിൽ 135 degree ആയിരിക്കും. θ4 will be also be equal to 135 degree. That's it. Okay. Now to solve this one എന്ത് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യും? ഇതിപ്പോ ഒരു പാരലോഗ്രാം ലോന്റെ കേസിലായി രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, രണ്ട് ഡയറക്ഷനിൽ പോകുന്നു, അതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു ആംഗിൾ ഉണ്ട്. Therefore നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ റിസൾട്ടന്റ് കാണണം അല്ലെ? നമ്മൾ കഴിഞ്ഞ കേസിലൊക്കെ ചെയ്തത് എന്താണ്, ഫസ്റ്റ് കേസ് 1ന്റെ കേസിൽ എന്തായിരുന്നു, രണ്ടും ടെൻസൈൽ ഫോഴ്സ് ആണ്, സെയിം ഡയറക്ഷനിലേക്കായിരുന്നു, രണ്ടും കൂടെ ആഡ് ചെയ്തു. രണ്ടാമത്തെ കേസിൽ എന്തായി, ഒരു ഷിയർ ലോഡിംഗും വന്നു, അതേപോലെ ഒരു ടെൻസൈൽ ലോഡിംഗ് വന്നു. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, പ്രിൻസിപ്പൽ ലോഡിംഗ് ഉണ്ട്. റൈറ്റ്. ഇവിടെ പിന്നെ പ്രൈമറി ലോഡും വരുന്നു, ഷിയർ ലോഡും വരുന്നു, പക്ഷെ രണ്ടും ഒരു ചെറിയൊരു ആംഗിൾ വെക്കുകയാണ്. സോ ദാറ്റ് മീൻസ് ഇതിന്റെ റിസൾട്ടന്റ് കാണാൻ യു ഹാവ് ടു യൂസ് എ പാരലോഗ്രാം ലോ ആൻഡ് ഫൈൻഡ് ദ റിസൾട്ടന്റ്. Okay, therefore the resultant at point 3 is equal to എന്താ, FP3 plus FS3. So under the equation there P square plus square root of FP square plus FS3 square plus 2FP3 FS3 cos θ3. നമ്മൾ പാരലോഗ്രാം ലോ ഇതിന് PQ എന്ന് പറഞ്ഞ എടുത്താൽ നിങ്ങൾ പണ്ട് പഠിച്ച അതേ ഇക്വേഷൻ. ഇത് P ആണ്, ഇത് Q ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് P സ്ക്വയർ പ്ലസ് Q സ്ക്വയർ പ്ലസ് 2PQ cos θ സെയിം ആണ്. ഓക്കെ, so solve ചെയ്ത് കഴിഞ്ഞാൽ you will get the resultant. Similarly you can find the resultant for each and every section. Okay, so whichever is maximum ഓരോ കേസിന്റെയും ചെയ്യുക and find and take whichever is maximum. കാരണം ഇതിപ്പോ എല്ലാം ഈക്വൽ ഡിസ്റ്റന്റ് ആണെങ്കിൽ L1 equal to L2 equal to L3 equal to L4 ആണെങ്കിൽ which is equal to L ആണെങ്കിൽ എല്ലാ സ്ഥലത്തും സെയിം തന്നെ ആയിരിക്കും വാല്യൂ വരിക. ഈ റിസൾട്ടന്റ് വാല്യൂ ഓരോ കേസിലും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒറ്റ കേസ് മാത്രം ചെയ്താൽ മതി. പക്ഷേ if L1 L2 L3 and L4 length are different, നാല് ലെങ്ത്തും ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് മൂന്ന് കേസും ഓരോ കേസും ഡിഫറെന്റ് ആയിട്ട് നോക്കിയിട്ട് തന്നെ ചെയ്യണം. Okay, so you have to find the resultant for each and every case and take the maximum value. Okay, so and check whether your resultant for 1 is greater than resultant for 2, greater than resultant for 3, greater than resultant for 4. അങ്ങനെയാണെങ്കിൽ then take this FR1 as the secondary load. That's clear. Sorry, secondary ulla resultant alla secondary R1 as the resultant load. Okay, and then you can equate it with the
ഈ കിട്ടുന്ന റിസൾട്ടന്റ് ലോഡ് യു കൻ ഇക്വേറ്റ് ഇറ്റ് വിത്ത് എന്താണ് 5/4 ഇൻറ്റു ഡി സി സ്ക്വയർ ഇൻറ്റു ടോ യു കൻ ഇക്വേറ്റ് ഇറ്റ് വിത്ത് FR1 വാല്യൂ. ഓക്കെ, അല്ലെങ്കിൽ ഇതിൽ കിട്ടുന്ന മാക്സിമം വാല്യൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. തൽക്കാലത്തിൽ എനിക്ക് ചെയ്യാനുള്ളൂ ബേസിക് ലോജിക് ഇത്രേ ഉള്ളൂ. ഒരു എസെൻട്രിക് ബോൾട്ട് ലോഡിംഗ് കണ്ടീഷൻ ആണെങ്കിൽ ഫസ്റ്റ് പ്രൈമറി ലോഡ് കണ്ടെത്തുക. പ്രൈമറി ലോഡ് കണ്ടെത്താൻ എക്സ്റ്റേണൽ ലോഡ് കണ്ടെത്താൻ എത്ര നമ്പർ ഓഫ് ബോൾട്ട് ഉണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇവർ n ഇസ് ദ നമ്പർ ഓഫ് ബോൾട്ട്. ഓക്കെ, രണ്ടാമത് എന്ത് ചെയ്യാം, സെക്കൻഡറി ലോഡ് കണ്ടെത്തുക. സെക്കൻഡറി ലോഡ് കണ്ടെത്താൻ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ലെങ്ത് ഈക്വൽ അല്ല എങ്കിൽ ഓരോ കേസിന്റെയും കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് FS സെക്കൻഡറി ലോഡിന്റെ ജനറലൈസ് ഇക്വേഷൻ ഇതാണ്. ഏത് പോയിന്റിലാണോ കണ്ടെത്തേണ്ടത് ആ n വാല്യൂക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, W into E ആണ്, E എസെൻട്രിസിറ്റി ആണ്, ഈ ലെങ്ത് ആണ്. ഓക്കെ, W is the total load, E is eccentricity into corresponding length, whichever is the length. Okay, substitute ചെയ്യുക, will get a secondary load. പ്രൈമറിയും സെക്കൻഡറി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. എങ്ങനെ? യൂസിങ് പാരലോഗ്രാംസ് ലോ. ഓക്കെ, പാരലോഗ്രാം ലോ യൂസ് ചെയ്ത് റിസൾട്ടന്റ് കണ്ടെത്താം. ദെൻ റിസൾട്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്ട്ലി ഇക്വേറ്റ് വിത്ത് ദിസ് ഇക്വേഷൻ. That's it. And find the diameter. Clear? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ പറഞ്ഞോ, ഇപ്പൊ ക്ലിയർ ചെയ്യാം. റിസൾട്ടന്റ് അച്ഛനോട് ആഡ് ചെയ്യണ്ടേ FP-നോട്? അല്ല, FP നമ്മളിവിടെ കൺസിഡർ ചെയ്തില്ലേ? ഈ വെർട്ടിക്കൽ ലോഡ് എല്ലാം FP അല്ലേ, പ്രൈമറി ലോഡ് അല്ലേ? പ്രൈമറിയും സെക്കൻഡറിയും നമ്മളുടെ റിസൾട്ടന്റ് അല്ലേ നമ്മളിവിടെ കണ്ടെത്തിയത് അല്ലേ? മനസ്സിലായില്ലേ? മൂന്ന് കേസാണ്, മൂന്ന് ഇതായിട്ടാണ് വരുന്നത് അല്ലേ? ക്ലിയർ ആയോ സാർ? ഓക്കെ, എന്നാ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കറങ്ങിക്കോളും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ശ്രമിക്കാം. A rigid steel bracket subject to a vertical force of 10 kilonewton is shown in the diagram. It is fastened to a vertical section by means of 4 identical bolts. Determine the size of the bolts. The size of the bolt by maximum shear stress theory. The maximum permissible shear stress in any bolt is limited to 50 Newton per mm square. Okay.
ഡയഗ്രാം കൂടെ ഉണ്ട്. ഡയഗ്രാം കൂടെ നോക്കിയോ? ഇവിടെ 12:50 ഒരു ലിയർ അല്ലേ? എന്നൊരു കാര്യം ഡയഗ്രാം നിങ്ങൾക്ക് അയച്ചു തരാം. എനിക്ക് അടുത്തൊരു ക്ലാസ് ഉണ്ട്. ഓക്കെ, ഡയഗ്രാം ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എഴുതിയില്ലേ നിങ്ങൾ? വാട്സാപ്പ് കിട്ടാൻ. ഓക്കെ.